പ്രിയപ്പെട്ട സമര പോരാളികൾ, ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആദ്യമായി ഒരു കാര്യം ഉണർത്തിക്കൊള്ളട്ടെ. ഇന്ന് തിരൂരങ്ങാടി യതീംഖാന ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ചു ഈ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞതിന്റെ പേരിൽ മാത്രം ഇവിടെ വെച്ച് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ CI ഓഫീസ് മാർച്ച് ഉണ്ടല്ലോ, ഈ സർക്കിൾ ഓഫീസ് പോലീസ് ഇൻസ്പെക്ടറുടെ ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ച്, ഇതിൽ നിന്ന് 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന ക്രൈംബ്രാഞ്ചിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി ഒരു മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഈ പരിപാടിക്ക് വേണ്ടി ഒരു നോട്ടീസ് പോലും അടിച്ചിറക്കിയിട്ടില്ല. ഈ പരിപാടിക്ക് വേണ്ടി യാതൊരു പ്രചരണവും നടത്തിയിട്ടില്ല. എന്നിട്ടും 1000-കണക്കിന് ആളുകൾ ഈ ഒരു മാർച്ചിൽ വന്ന് അണിചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവത്തോടുകൂടി ഇവിടുത്തെ നിയമപാലകർ കരുതിയിരിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള വികാരമാണ് ഈ മാർച്ചിലൂടെ ഇതിലൂടെ പ്രകടിപ്പിക്കുവാനായി 1000-കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഫൈസൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ, തിരൂരങ്ങാടിയുടെ മണ്ണിൽ, ചരിത്ര പ്രസിദ്ധമായ കൊടിഞ്ഞിപ്പള്ളിയുടെ മണ്ണിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ താനൊരു മതത്തിൽ ഇഷ്ടപ്പെട്ടപ്പോ, അതിന്റെ ആശയങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ, അതിൽ വിശ്വസിക്കുവാൻ തീരുമാനിച്ചപ്പോ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് താൻ വിശ്വസിക്കുന്ന മതത്തിലേക്ക് കടന്നു വന്നപ്പോ അത് സഹിക്കാൻ പറ്റാത്ത ചില അസഹിഷ്ണുതയുടെ വാദികൾ ഫൈസൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആദ്യമായി ഈ രാജ്യത്തിലെ സർക്കാരുകളോടും നിയമപാലകരോടും സൂചിപ്പിക്കുവാനുള്ളത്, ഇതൊരു ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൊലപാതകം മാത്രമല്ല. ഇതൊരു ഫൈസലിനെ കൊല ചെയ്യാൻ വേണ്ടി മാത്രം ആസൂത്രണം ചെയ്തതല്ല. മറിച്ച് ഈ കൊലപാതകത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചവർ, അവരുടെ ലക്ഷ്യം ഒരു ഫൈസലിനെ കൊലപ്പെടുത്തൽ മാത്രമല്ല, അതിന്റെ പുറകിൽ ഈ രാജ്യത്ത് വർഗീയ കലാപമുണ്ടാക്കണം, ഈ നാട്ടിന്റെ ശാന്തിയും സമാധാനവും തകർക്കണം എന്ന ഒരു വലിയ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു ഇരയായി തീരുക മാത്രമാണ് ഫൈസലിലൂടെ ഉണ്ടായത് എന്ന് ഈ നിയമപാലകർ ഓർക്കുന്നത് നന്ന്. അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കട്ടെ, ഈ മാർച്ച് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെ നീതി നടപ്പിലാകണം. ഇവിടെ നീതി നടപ്പിലാകണം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും കൊലപാതകം നടന്നതിന്റെ ഉടനെ ശക്തമായ ചില നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. കൊടിഞ്ഞിയുടെയും തിരൂരങ്ങാടിയുടെയും ഒക്കെ നാട്ടുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട മുഴുവൻ സഹകരണവും ചെയ്തു കൊടുത്തിരുന്നു. ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 2 ആഴ്ചക്കാലം ഈ രാജ്യത്തെ ജനങ്ങൾ ഇവിടുത്തെ നിയമത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കാത്തുനിന്നു. പക്ഷേ നിങ്ങളിൽ ചില ആളുകൾ, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും അത്തരക്കാരാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നാടകം കളിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ നാടകം കളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കട്ടെ, ഞങ്ങൾക്ക് ഈ മാർച്ചിലൂടെ പ്രധാനമായ 3 ആവശ്യങ്ങൾ ഉയർത്തിയിട്ടാണ് സർവകക്ഷിയുടെ നേതൃത്വത്തിൽ ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആവശ്യം, ഫൈസലിനെ കൊലപ്പെടുത്തിയ ആ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ എന്ന് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയാൻ കാരണം, പ്രതികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും, നിങ്ങൾ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡിൽ പോകും. നമുക്കറിയാം, പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അവർ ആ കേസിൽ നിന്ന് ജാമ്യത്തിൽ തടിയൂരി രക്ഷപ്പെടും എന്നും നിങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടണം. യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് രാജ്യത്തുള്ളവർക്കറിയാം. എന്താണ് നിങ്ങൾക്ക് അവർ അറസ്റ്റ് ചെയ്യാനുള്ള മടി എന്താണ് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ചോദിക്കുകയാണ്. തിരൂരിലെ
യാസറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ നാരായണൻ ഈ കൊലപാതകത്തിന്റെയും ആസൂത്രകനാണ് എന്നറിഞ്ഞിട്ടും എന്തേ അവർക്കെതിരെ നടപടിയെടുക്കാൻ? അതുപോലെ പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമല്ല, അവർക്കെതിരെ UAPA നിയമപ്രകാരം കേസ് ചുമത്തണമെന്ന് കൂടി ഞങ്ങൾ ഈ മാർച്ചിലൂടെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ചില്ലറക്കായി ഏർപ്പാടിന് അവരെ കൊണ്ടുപോയി ജയിലിലിട്ട് 4 ദിവസം കഴിയുമ്പോ തിരിച്ചു വരുന്ന നാടകമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നതെങ്കിൽ ഈ മാർച്ച് ഇവിടെ തീരുന്നതല്ല, മറിച്ച് ഈ മാർച്ച് ഇവിടെ തുടക്കം കുറിക്കുകയാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. UAPA പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടണം, UAPA ചുമത്തണം. ചെറിയ കേസുകൾക്ക് പോലും നമ്മുടെ സംസ്ഥാനത്ത് UAPA ചുമത്തുമ്പോ ഒരു കൊലപാതകം എന്നതിനപ്പുറം ഒരു നാട്ടിന്റെ സമാധാനം തകർക്കാൻ, ഒരു നാട്ടിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കാരണം ചുമത്തിക്കൊണ്ട് അത് തന്നെ ധാരാളമാണ്. UAPA ചുമത്താൻ ഇത് തന്നെ ധാരാളമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഇനി അതിന്റെ നിയമവശം അറിയാത്ത വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനും ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് UAPA നിയമപ്രകാരം ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പേരിൽ കേസ് ചുമത്തണമെന്ന് ഞങ്ങളുടെ 2ാമത്തെ ആവശ്യമാണ്. 3ാമത്തെ ആവശ്യം, ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇവിടെ മുഴുവൻ പ്രസംഗിച്ച ആളുകളും പറഞ്ഞു, ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്ന് ഞാൻ ഒന്നുകൂടി കടന്നുകൊണ്ട് പറയട്ടെ. ഒരു സ്ഥാപനമെന്നല്ല, മേലെ പുറം എന്ന സ്ഥലത്ത് RSSകാരൻ നടത്തുന്ന വിദ്യാനികേതൻ എന്ന് പറയുന്ന സ്കൂളിൽ വെച്ചിട്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്ന് ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. പ്രിയപ്പെട്ട നിയമപാലകരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ നാട്ടിൽ ഒരുത്തരെ കൊല്ലാനെന്ന് മാത്രമല്ല, ഒരു വർഗീയ പ്രശ്നമുണ്ടാകുന്ന കലാപം സൃഷ്ടിക്കുവാൻ വേണ്ട പ്രവർത്തനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് ആസൂത്രണം ചെയ്യുക എന്ന് പറയുമ്പോ, വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടിലെ കുട്ടികൾക്ക് സംസ്കാരം പഠിപ്പിക്കുന്ന, വിദ്യ പകർന്നു കൊടുക്കേണ്ട ഒരാലയമാണ് വിദ്യാലയം എന്നുള്ളത് രാജ്യത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വിദ്യാലയത്തെ കലാപം പഠിപ്പിക്കുവാനുള്ള, മറ്റുള്ളവന്റെ നെഞ്ചത്തേക്ക് കടാര കുത്തിക്കയറ്റാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, യോഗം ചേരുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമപാലകരോട് ഒന്നോർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അപകടച്ചു കൂട്ടാൻ വേണ്ട നടപടികൾ നിയമപാലകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് അപകടച്ചു കൂട്ടുക തന്നെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന നിയമപരമായി ഈ രാജ്യത്തിലെ സമാധാനം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ട പരിരക്ഷയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പിച്ചാക്കത്തിയുമായി നടക്കുന്ന ചില RSSന്റെ ഊച്ചാരികളുണ്ട്. അവരോടായി ഞങ്ങളൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇത് കുതുബുസമാന്റെ മണ്ണാണ്. മഹാനായ മമ്പറും സയ്യിദലവിയും തങ്ങളുടെ കുതുബുസമാന്റെ മണ്ണാണ് ഈ തിരുനാടിയുടമെന്ന്. ഇത് മഹത്തായ കൊടിഞ്ഞിപ്പള്ളിയുടെ മണ്ണാണ്. കോന്തുനായരുടെ തോളിൽ കൈയിട്ടിട്ടാണ് കുതുബുസമാൻ മമ്പറും തങ്ങൾ ഈ മണ്ണിലൂടെ കടന്നുപോയിട്ടുള്ളതെങ്കിൽ, വെള്ളക്കാരൻ ഈ മണ്ണ് പിടിച്ചെടുക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഇവിടുത്തെ മുസൽമാന്റെ കൂടെ ഇവിടുത്തെ ഹൈന്ദവനും തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ഈ മണ്ണിന് സ്വാതന്ത്ര്യം വാങ്ങി കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഈ നാടിന്റെ സമാധാനം തകർക്കാൻ ഏത് RSSകാരൻ കടന്നു വന്നാലും ഈ നാട്ടിലെ മുസൽമാന്റെ കൂടെ, ഇവിടുത്തെ ഹൈന്ദവന്റെ കൂടെ, ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ കൂടെ, ഇവിടുത്തെ മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും കൂടെ ഇന്ന് ഈ മാർച്ച് നടത്തിയതുപോലെ ഇവിടെ പ്രസംഗിച്ചത് ഗണേശ് പടേരിയാണ്, ഇവിടെ പ്രസംഗിച്ചത് വാസു കാരയിലാണ്, ഇവിടെ പ്രസംഗിച്ചത് പല മതത്തിലും പെട്ട ആളുകളാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഈ നാടിന്റെ സമാധാനം കാത്തു സംരക്ഷിക്കുന്നതിന്, അത് തകർക്കാൻ വേണ്ടി കടന്നു വന്ന RSSകാരനെ പിടിച്ചു കെട്ടുന്നതിന് എല്ലാ മതവിഭാഗങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട RSSകാരാ, ഒന്നോർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഞങ്ങള് വലിയ ഭീരങ്കിയുമായി കടന്നു വന്ന
വെള്ളപ്പട്ടാളക്കാരനെ പേടിക്കാത്ത വാരിയം കുന്നന്റെ പേരക്കുട്ടികൾ പിച്ചാക്കത്തിയുമായി നടക്കുന്ന RSSകാരനെ പേടിച്ചിട്ട് മാളത്തിലൊളിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളമങ്ങ് വാങ്ങി വെച്ചേക്കണമെന്ന് ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല. മലപ്പുറത്തിന്റെ മക്കൾ, ഏറനാട്ടിന്റെ മക്കൾ, ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പിടഞ്ഞു വീണ് മരിച്ച മക്കൾ. പക്ഷെ ഞങ്ങൾക്ക് ഈ നാട്ടിൽ സമാധാനം വേണം, ഈ നാട്ടിൽ സ്വൈര്യമായി ജീവിക്കണം, ഇവിടുത്തെ സഹോദരിമാർ സ്വൈര്യമായി അന്തിയുറങ്ങണം. അതിനുവേണ്ടിയാണ് സമാധാനപരമായ ഈ മാർച്ച് ഇവിടെ നടത്തുന്നത്. ഈ സമാധാനം നിയമപാലകന്മാർ ദൗർജന്യമായി കാണരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മാർച്ച് ഇങ്ങനെ തീരുമാനിച്ചു. സർവകക്ഷിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ മാർച്ച് തീരുമാനിച്ചപ്പോ ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇതിലാരും രാഷ്ട്രീയ ലാഭം നോക്കിയിട്ടല്ല, ഇതിൽ കഥാ കൂടുതൽ കിട്ടുമോ എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് നാടിന്റെ പേരിൽ, ജനങ്ങളുടെ പേരിൽ ഒറ്റക്കെട്ടായിക്കൊണ്ട് യാതൊരു രാഷ്ട്രീയ ലാഭവുമില്ലാതെ എല്ലാവരും ചേർന്ന് ഈ മാർച്ച് നടത്തുമ്പോ ചില ആളുകൾ രാഷ്ട്രീയ ലാഭം മോഹിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചതിനു ശേഷം ഈ മാർച്ചിൽ നിന്നും പിൻവലിഞ്ഞു പോയിരിക്കുകയാണ് എന്നും അത് ഈ രാജ്യത്തിലെ ജനങ്ങൾ ഗൗരവത്തോടുകൂടി കാണുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മാർച്ചും ഈ കർമ്മയും ഈ സമരവും ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് നീതി നടപ്പിലാകുന്നത് വരെ ഏതറ്റം വരെ പോകാനും ഈ രാജ്യത്തിലെ ജനങ്ങൾ തയ്യാറാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.